നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്ന എങ്ങനെ നാടകം മുന്നോട്ട് പോകും? കലോത്സവത്തിന് ആകെ ഇനി കഷ്ടിച്ച് 10-12 ദിവസമല്ലേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞില്ലേ സാറേ, രോഹിത്തിലാണ് ഞങ്ങൾ ഈ നാടകം കളിക്കില്ല. സംഗതി രോഹിത് നല്ല നടനാണ്, അവന് ബെസ്റ്റ് ആക്ടറും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയില് എന്താവസ്ഥ സാറേ, അവനൊരു കെടി വീണുപോയി. അതിന്നൊക്കെ അവൻ രക്ഷപ്പെട്ട് വരുമ്പോ ഞങ്ങളല്ലേ സാർ അവന്റെ കൂടെ നിൽക്കണ്ടേ? അതെ സാറേ, പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷേ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൻ്റെ ഒറ്റ കാര്യം പറഞ്ഞു, റിഹേഴ്സൽ ക്യാമ്പിൽ തിരിച്ചു പോകണം, നാടകം കളിക്കണം, ഇക്കൊല്ലവും സ്റ്റേറ്റിൽ ബെസ്റ്റ് ആക്ടർ ആവണം, എല്ലാവരും മുമ്പിൽ ജീവിതത്തിൽ വീണ്ടും തലയുയർത്തി നിൽക്കണം. മദ്യമോ മയക്കുമരുന്നോ ഒന്നുമല്ല, കലയാണ് യഥാർത്ഥ ലഹരിയെന്ന് ഇപ്പോഴവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവനിനി നിങ്ങൾ ചേർത്ത് പിടിക്കണം.